ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമുക്ക് AFE ബോട്ട് ബൈനാൻസുമായിട്ട് എങ്ങനെ ബൈൻഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനാദ്യമായിട്ട് ഡെപ്പോസിറ്റ് വാലറ്റിൽ ഇരിക്കുന്ന നമ്മുടെ ഫണ്ട് ഫ്യൂൽ വാലറ്റിലേക്ക് മാറ്റണം. ട്രേഡ് ചെയ്യുന്നതിന് ഫ്യൂൽ വാലറ്റിൽ ഫീ ആവശ്യമാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് D എന്നുള്ള ഡെപ്പോസിറ്റ് വാലറ്റിൽ നിന്നും Fലേക്ക് ഫ്യൂൽ വാലറ്റിലേക്ക് ഫണ്ട് മാറ്റുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ അസറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അസറ്റ് ഓപ്ഷനിൽ നമുക്ക് വിഡ്രോവൽ ഡെപ്പോസിറ്റ് രണ്ട് ഓപ്ഷൻ കാണും. വിഡ്രോവൽ ഓപ്ഷനിൽ മുകളിൽ തന്നെ ഇൻപുട്ട് ട്രാൻസ്ഫർ ആയിരിക്കും. ഫ്രം എന്നുള്ളത് ഡെപ്പോസിറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഡെപ്പോസിറ്റിന് തൊട്ട് താഴെ ടു എന്നുള്ളത് ഫ്യൂവൽ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഫ്യൂവൽ നമ്മൾ കൊടുക്കണം. അതിനുശേഷം അതിന് തൊട്ട് താഴെ അവൈലബിൾ ഫോർ വിഡ്രോവൽ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ബാലൻസ് എത്രയാണോ അതുണ്ടാവും. അത് ഇവിടുത്തെ എക്സാമ്പിളിൽ $15 ഉണ്ട്. വിഡ്രോവൽ എമൗണ്ട് എന്നുള്ളിടത്ത് ആ $15 നമ്മൾ എൻ്റർ ചെയ്യുക. അതിന് താഴെ ട്രാൻസാക്ഷൻ ഫീ 0 ആയിരിക്കും. അറൈവൽ എമൗണ്ട് എത്രയാണെന്നുള്ള $15 അവിടെ കാണിക്കും. അതിന് തൊട്ട് താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കോപ്പി എടുത്തുകൊണ്ട് അവിടെ ആ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള വെരിഫൈ OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു കൺഫേം വിഡ്രോവൽ എന്നുള്ള ബട്ടൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവലിൽ ആ $15 ട്രാൻസ്ഫർ ആയതായിട്ട് കാണിക്കും. ഈ രീതിയിലാണ് ഡെപ്പോസിറ്റ് വാലറ്റിൽ നിന്നും ഫ്യൂവൽ വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് API ബൈൻഡ് ചെയ്യുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ചുമായിട്ടുള്ളത് എന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ബൈൻഡ് API എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് API കീ, സീക്രട്ട് കീ ഇത് രണ്ടും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം നമ്മൾ ബൈനാൻസിൽ പോകണം. ബൈനാൻസിൽ പോയിട്ട് അവിടുന്ന് API കീയും സീക്രട്ട് കീയും എടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്യൂച്ചേഴ്സിൽ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഒരൊറ്റ സെറ്റിങ്സ് മാത്രമേ മാറ്റാനുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇതുവരെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ കൺഫേം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം നോക്കാം. അതിനുവേണ്ടി നമ്മൾ ബൈ ലോങ്ങോ സെൽ ഷോർട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ രണ്ട് കാര്യങ്ങൾ ഐ ഹാവ് റീഡ്, അതുപോലെ അതിന് താഴെ ഐ അണ്ടർസ്റ്റാൻഡ്, ഇത് രണ്ടും ടിക്ക് ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ നൗ എന്നുള്ള ഓപ്ഷന് കൊടുക്കുക. അവിടെ ലിവറേജ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് മാക്സിമം 20x ആയിരിക്കും ആദ്യം തന്നിട്ടുണ്ടാവുക. പിന്നീട് നമുക്കൊരു 4 ദിവസം ട്രേഡ് ചെയ്ത ശേഷമാണ് അത് 50xലേക്ക് വരിക. അപ്പോൾ ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്പൺ ആയി. പിന്നെ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ബൈ ലോങ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആരംഭിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ക്വിസ് താഴെ കൊടുക്കുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യനും വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. അവിടെ ഗ്രീൻ ആകുന്നത് വരെ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യന് കൊടുക്കുക. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നമ്മളിങ്ങനെ ഗ്രീൻ ആകുന്നത് വരെ ടച്ച് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ 15 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ 15 ക്വസ്റ്റ്യനും ഇതുപോലെ നെക്സ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് നോർമലായിട്ട് ചെയ്യാനുള്ള സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ ഇതുവരെ ട്രേഡ് ചെയ്യുന്നവരും അവരുടെ ഫ്യൂച്ചറിൽ ഒരു ട്രേഡ് സെറ്റിംഗ്സ് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ആ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നമ്മൾ ടച്ച് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്ന ഓപ്ഷൻസിൽ പൊസിഷൻ മോഡ് ഉണ്ടാവും. ആ പൊസിഷൻ മോഡിൽ ഹെഡ്ജ് മോഡായിരിക്കും, അല്ലെങ്കിൽ അത് വൺ വേ മോഡായിരിക്കും. ആ വൺ വേ മോഡ് എന്നുള്ളത് ഹെഡ്ജ് മോഡാക്കി നമ്മൾ മാറ്റണം. നോർമലി വൺ വേ മോഡായിരിക്കും ഉണ്ടാവുക. അവിടെ ഹെഡ്ജ് മോഡ് സെലക്ട് ചെയ്ത ശേഷം എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് ഓക്കെ ആയി. ഇനി വേണ്ടത് നമുക്ക് API ബൈൻഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ബൈനാൻസിന്റെ ഹോം സെക്ഷനിൽ പോകണം. അവിടെ മുകളിൽ കാണുന്ന ആ ഒരു സെർച്ച് ഓപ്ഷനിൽ API എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ അവിടെ API മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് API, ഡിലീറ്റ് ഓൾ API എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് API എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് API ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ സിസ്റ്റം ജനറേറ്റഡ് സെലക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ അതിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കണം. AFE ബോട്ട് എന്നുള്ള നെയിം കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ API ക്രിയേറ്റ് ചെയ്യാനുള്ള വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള വെരിഫിക്കേഷൻ ഒതന്റിക്കേറ്റർ ആപ്പിൽ നോക്കി അത് എൻ്റർ ചെയ്ത്, അല്ലെങ്കിൽ ഇമെയിലിൽ വരുന്ന കോഡ് നോക്കി എൻ്റർ ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ AFE ബോട്ടിന്റെ API ക്രിയേറ്റ് ആയതായിട്ട് കാണും. അവിടെ ഒരു API കീയും സീക്രട്ട് കീയും ഒക്കെ കാണാൻ പറ്റും.
ഇനി നമുക്കൊരു സെറ്റിംഗ്സ് കൂടി ചേഞ്ച് ചെയ്യാനുണ്ട്. അവിടെ മുകളിൽ കാണുന്ന ആ ഒരു ബൈ ക്ലിക്കിംഗ് ദിസ് ബോക്സ് എന്നുള്ളത് ഓൾറെഡി ടിക്ക് ആയിരിക്കും. ആ ടിക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ അവിടെ വരും. അതൊരു ഡീഫോൾട്ട് സെക്യൂരിറ്റി വാർണിംഗ് ആണ്. അപ്പോൾ അവിടെ ഡു നോട്ട് ചെക്ക് ദ ബോക്സ് ബിഫോർ ഫ്യൂ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ബൈ ചെക്കിംഗ് ദി ഫോളോവിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് മൊത്തം താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യണം. അങ്ങനെ സ്ക്രോൾ ചെയ്താൽ മാത്രമാണ് ആ താഴെ കാണുന്ന ഐ ഹിയർ ബൈ എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശേഷം അത് ടിക്ക് ചെയ്ത് കൺഫേം ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ റിസ്ക് വാർണിംഗ് കാണിക്കും. അവിടെയും കൺഫേം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ഒതന്റിക്കേഷൻ ചോദിക്കും. ആ ഒതന്റിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി. ആ ടിക്ക് മാർക്ക് അവിടുന്ന് റിമൂവ് ആയി. അതിനുശേഷം നമ്മൾ AFE ബോട്ടിന്റെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ താഴെ API കീയും സീക്രട്ട് കീയും കാണാൻ പറ്റും. അതിന് താഴെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ API റെസ്ട്രിക്ഷൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബൈൻഡ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ API കീ കോപ്പി എടുക്കണം. ആ താഴെയുള്ള കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ബൈൻഡ് API എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആ API കീ എന്നുള്ളിടത്ത് നമ്മൾ കോപ്പി എടുത്ത് API കീ പേസ്റ്റ് ചെയ്യണം. ശേഷം നമ്മൾ സീക്രട്ട് കീ ആണ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി വീണ്ടും ബൈനാൻസിൽ വന്ന് ആ സീക്രട്ട് കീ സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് വീണ്ടും നമ്മുടെ AFE ബോട്ടിൽ പോയിട്ട് അവിടെ സീക്രട്ട് കീ എന്നുള്ള ആ ഒരു സ്ഥലത്ത് ആ കോപ്പി എടുത്ത സീക്രട്ട് കീ നമ്മൾ പേസ്റ്റ് ചെയ്യണം. വെരിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബൈനാൻസിൽ പോയിട്ട് നമ്മൾ കുറച്ച് എഡിറ്റ്സ് മാറ്റാനുണ്ട്. അവിടെ API റെസ്ട്രിക്ഷൻസിൽ എനേബിൾ സ്പോട്ട് മാർജിൻ എന്നുള്ളതും താഴെയുള്ള എനേബിൾ ഫ്യൂച്ചേഴ്സും അതിന് താഴെയുള്ള പെർമിറ്റ് യൂണിവേഴ്സൽ ട്രാൻസ്ഫർ എന്നുള്ളതും ടിക്ക് ചെയ്യുക. ബാക്കിയൊന്നും നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം മുകളിൽ വരുന്ന സേവ് എന്നുള്ള ഓപ്ഷൻ കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും, ഒതന്റിക്കേഷൻ. ആ ഒതന്റിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് അവിടെ സേവ് ആയി. ഇനി നമ്മൾ AFE ബോട്ടിൽ വന്നിട്ട് API കീയും സീക്രട്ട് കീയും എൻ്റർ ചെയ്തത് കൺഫേം ചെയ്യാണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ AFE ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വരും. ആ വെരിഫിക്കേഷൻ കോഡ് മെയിലിൽ പോയിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ആ ഐ അക്നോളജ് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് ബൈൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൈൻഡിങ് സക്സസ്ഫുൾ ആയിട്ടുള്ള സമ്മറി അവിടെ വരും. അവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ബൈൻഡിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൈനാൻസുമായിട്ട് AFE ബോട്ട് API ബൈൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓരോ എമൗണ്ടിനും എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.